അവർ എന്താ പറയുക, ഡോക്ടർ എന്നോട് കുറേ സംസാരിച്ചു. എന്നെ മെൻ്റലി കുറേ ആളിരുന്ന് സംസാരിച്ച് ഇതാക്കി. ആ ഡോക്ടറാണ് എന്നോട് ഫസ്റ്റ് ടൈം പറഞ്ഞത് മെഡിസിൻ ഞാൻ തരാം. എനിക്ക് ഉറക്കം പോലും ഉണ്ടായിരുന്നില്ല, എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റും, ഭയങ്കര സ്ട്രെസ്സായിരുന്നു, ഡിപ്രഷൻ, എന്തൊക്കെയാ അവസ്ഥ എനിക്കറിയില്ല, ഫുഡ് വേണ്ട, അങ്ങനെയൊക്കെ അവസ്ഥയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ആദ്യം നന്നായിട്ടൊന്ന് ഉറങ്ങ്, ഞാൻ ഉറങ്ങാനുള്ളൊരു മെഡിസിൻ തരാം, നീ ഒരു 1 വീക്ക് അത് കഴിച്ചിട്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങ്, നിൻ്റെ മനസ്സിലെ ടെൻഷനൊക്കെ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് കുറച്ച് മെഡിസിൻസ് തന്നു, ബുധനും ശനിയും കഴിക്കാനുള്ള ടാബ്ലറ്റ്, പിന്നെ ഒരു ഇങ്ങനെ സ്പിരിറ്റ് പോലത്തെ ഒരു മരുന്ന്, അതിങ്ങനെ ബഡ്സിൽ മുക്കിയിട്ട് നമ്മുടെ ഈ സ്പോട്ടിലൊക്കെ പറ്റി വെയിൽ കൊള്ളിക്കാൻ പറഞ്ഞു. പിന്നെ ടാബ്ലറ്റ്സും തന്നു. പക്ഷെ അന്നും എനിക്കറിയില്ല സ്റ്റിറോയിഡ്സ് ആണ് ഈ തന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ് ആണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് സൈഡ് എഫക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അങ്ങനെ 1 വീക്ക് അത് വാങ്ങി, 2 വീക്സ് ആണെന്ന് തോന്നുന്നു, വാങ്ങി ഞാൻ കഴിച്ചു തുടങ്ങി. കഴിച്ച് 2 വീക്സ് ഒന്നും എനിക്ക് കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഒരു 1 മന്ത് 2 മന്ത് ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഓട്ടോമാറ്റിക്കലി വണ്ണം വെച്ച് തുടങ്ങി. വണ്ണം വെച്ച് എനിക്ക് മുടി നന്നായിട്ട് കൊഴിയാനും തുടങ്ങി, വണ്ണം വെച്ച് തുടങ്ങി. അപ്പോൾ ഇത് എന്താ സംഭവം? അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ്. പക്ഷേ സുഖമായിട്ട് ഉറങ്ങിയിട്ട് ആ 1 വീക്ക് എനിക്ക് ഒരു 5 ദിവസത്തേക്ക് ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ആ 5 ദിവസം ഞാൻ സുഖമായിട്ട് ഉറങ്ങി. പക്ഷെ വീണ്ടും ഇത് തന്നെ ടെൻഷൻ പ്രശ്നങ്ങൾ. പക്ഷെ ടെൻഷൻ അടിച്ചൊരു മൂലയ്ക്ക് ഇരിക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല എൻ്റെ അപ്പോഴത്തെ അവസ്ഥ. ഞാൻ ജോലിക്ക് പോകുന്നു, കാര്യങ്ങൾ അങ്ങനെ ആയിട്ട് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുമുണ്ട്, ആൾക്കാർ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ടൈം വരെ ഒരു 2 ഇയറൊക്കെ ആയിട്ടും എനിക്ക് യാതൊരുവിധ മാറ്റങ്ങളുമില്ല. ഈ സ്പോട്ടുകൾ വട്ടം വെച്ച് വലുതായി ഇങ്ങനെ ഉള്ള സ്പോട്ട്, പുതിയതല്ല കേട്ടോ പറയുന്നത്, ഉള്ള തന്നെ ഈ കയ്യിലുള്ളതൊക്കെ ഇങ്ങനെ വലുതായി വരിക എന്നല്ലാണ്ട് എനിക്കൊരു കുറവില്ല. അങ്ങനെ ഞാൻ ഡോക്ടറോട് ലാസ്റ്റ് ടൈം ഞാൻ പോയ സമയത്ത് ഡോക്ടറോട് ചോദിച്ചു, കാരണം എനിക്ക് ഒരു ഡോക്ടർ അത്രയും നല്ലൊരു ഫ്രീഡം തന്നൊരു ഡോക്ടറായിരുന്നു. ഞാൻ ചോദിച്ചു, സാർ ഇതെനിക്ക് മാറുമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിനക്ക് എന്താ തോന്നി? ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല, മാറാൻ പ്രയാസമാണ് മോളെ, ഞാൻ നിന്നോട് നുണ പറഞ്ഞ് ഇത് ഇത്ര ദിവസം കൊണ്ട് ഇത്ര സമയം കൊണ്ട് മാറ്റി തരാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞ അത് ഞാൻ പറയുന്നത് പാഴ്വാക്കല്ലേ, ഇത് മാറിക്കിട്ടാൻ പ്രയാസമാണ്, ഒന്നല്ല ഇത് ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. ആ ഡോക്ടറാണ് എന്നോട് പറഞ്ഞത്, നമ്മൾ നല്ല വീട് വെച്ച് എല്ലാ പണികളും കഴിച്ച് അതിൻ്റെ ഒരു ഭാഗത്ത് ചുമരിൻ്റെ പെയിൻറ് അടർന്നുകൊണ്ടിരിക്കുകയാണ്, ആ വീട് നമ്മൾ പൊളിച്ചു കളയോ, അത്രയേ ഉള്ളൂ. നീ നിൻ്റെ ലൈഫ് വേറെ പല കാര്യങ്ങളിലേക്ക് തിരിച്ചു വിടുക, നിനക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നീ ചെയ്യുക, അല്ലെങ്കിൽ നീ എൻഗേജ്ഡ് ആവുക, എന്തിനെങ്കിലൊക്കെ ആയിട്ട് നീ എൻഗേജ്, നീ നല്ല കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറേ മോട്ടിവേറ്റ് ചെയ്തു. നീ നല്ല കുട്ടിയാ, നല്ല സുന്ദരി കുട്ടിയാ, നിനക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല, നീ നല്ല സ്മാർട്ടാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കുറച്ച് പുകഴ്ത്തി എന്നെ പൊക്കി തന്നു. കാരണം എൻ്റെ മനസ്സൊന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതോടുകൂടി ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ കാണിക്കൽ നിർത്തിയിട്ട് പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് മെഡിസിൻ എടുത്തിട്ടില്ല. പിന്നെ ഒരു പ്രാവശ്യം എനിക്കൊരു ചെറിയ ആക്സിഡൻ്റ് ആയിട്ട് എൻ്റെ വിരൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ആ വിരൽ പൊട്ടി ഒരു സർജറിക്ക് വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. സർജറി കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പുറത്തെ റൂമിലുള്ള ഒരു ചേട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വന്ന് ഇയാളിങ്ങനെ ഇങ്ങനെ നോക്കും. അപ്പം അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, മോൾക്ക് എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? അപ്പം അമ്മ പറഞ്ഞു 2 വർഷമൊക്കെ ആയി. അപ്പം അമ്മേനോട് പറഞ്ഞു, മൈസൂരിലൊരു മെഡിസിൻ ഉണ്ട്, തീപ്പൊള്ളലിനും ഈ വെള്ളപ്പാണ്ടിനൊക്കെ ബെസ്റ്റ് മരുന്നാവരുത്, കുറച്ച് ലോങ് ആയി പോകുന്നുണ്ടെന്ന് തോന്നുന്നു വീഡിയോ, സോറി കേട്ടോ, നിങ്ങൾക്ക് കാണാവുന്ന അത്രയും നിങ്ങൾ കണ്ടോളൂ, അല്ലാതെ എനിക്ക് നിർബന്ധിച്ച് കാണിക്കാൻ പറ്റിയുള്ളൂ. അവിടെ മൈസൂർ ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അവിടെ ഒന്ന് നോക്കാവോ എന്ന് ചോദിച്ചു. ഓക്കെ എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ മൈസൂരിലേക്ക് പോയി. ഒരു വൈദ്യരാണോ ഡോക്ടറല്ല, ഒരു ആയുർവേദം ഇങ്ങനെ വീട്ടുവൈദ്യം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ആളായിരുന്നു. ആള് തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 1-2 തൈറോയ്ഡാണ് മെയിനായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ എന്നോട് പറഞ്ഞു, ഒരു ക്രീം തന്നിട്ട് പറഞ്ഞു, ഇത് പുരട്ടിയാൽ മതി, 2 നേരം പുരട്ടണം, പിന്നെ ചുണ്ടിൽ കടുകെണ്ണ പുരട്ടാൻ പറഞ്ഞു, നല്ല പ്യുവറായിട്ടുള്ള കടുകെണ്ണ അവിടെ നിന്ന് തന്നെ ഒരു ഷോപ്പിൽ നിന്ന് മേടിക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് മേടിച്ചു. അങ്ങനെ ആ ക്രീം പുരട്ടിയപ്പോൾ എൻ്റെ മുഖത്തുള്ളത്, അതുപോലെ ഇവിടെ ഇങ്ങനെ ചെറിയ സ്പോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് ഫുള്ളായിട്ട് എനിക്ക് എഫക്റ്റീവായി എന്ന് ഞാൻ എന്നും ഉറച്ചു പറയുന്നൊരു മെഡിസിൻ അതാണ്. ആ ചെറിയ സ്പോട്ടുകളൊക്കെ ഇത് ഒരുപാട് പേർക്ക് എന്നെ കണ്ടിട്ടും അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് പരിചയപ്പെട്ടിട്ടും പരിചയമുള്ളവർക്ക് ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞു. അവരും പറയുന്നത് ഇതുവരെ കാണിച്ചതിൽ വെച്ചിട്ട് ഇത് എഫക്റ്റീവാണ് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ഓക്കെയാണ്.
സോറി അത് മാത്രമാണ് എനിക്ക് എഫക്റ്റീവായിട്ടൊരു മെഡിസിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഞാൻ കുറേ നാൾ യൂസ് ചെയ്തു. അന്ന് അത് 350 രൂപയാണോ 450 രൂപയാണോ എനിക്ക് ഓർമ്മയില്ല. അന്നത് എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് ആയിരുന്നില്ല, കാരണം ഒരു ബോട്ടിലൊന്നും ഒന്നും ആവില്ല. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്, പിന്നെ പോക്കുവരവും കാര്യങ്ങളും അവർ അയച്ചു തരും. ഫസ്റ്റ് ടൈം ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ കൊറിയർ ചെയ്യും. ഞാൻ അതും നിർത്തി. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ഈ മരുന്ന് ഞാൻ പുരട്ടുന്നുണ്ടായിരുന്നു. ഇവിടെ വന്ന് മോനെയൊക്കെ പ്രഗ്നൻ്റ് ആയി അവൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് അവിടെ നിന്ന് പറഞ്ഞു, ഇങ്ങനെ ഫേസ്ബുക്കിലൊരു ആഡ് കണ്ടിട്ടുണ്ടായിരുന്നു, എന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ മാവേലിക്കരയാണ്. മാവേലിക്കരയിൽ അത് കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞിട്ട് അവരൊരു എണ്ണ പോലെ, ഒരു പച്ച കളറിലൊരു എണ്ണയും ഒരു അരിയൊക്കെ വറുത്ത് പൊടിച്ച പോലത്തെ ഒരു പൊടി, അവലോസ് പൊടിയൊക്കെ ഇല്ല, അതുപോലത്തെ ഒരു പൊടിയും തന്നു. അത് കഴിക്കാൻ പറഞ്ഞു. എൻ്റെ പൊന്നെ, എനിക്കൊരു രക്ഷയില്ല. അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ ഞാൻ വേറൊരു മെഡിസിൻ ഇതേപോലെ ഒരു അരി വറുത്ത പൊടിയും ഒരു എണ്ണയും ഞാൻ അതിനു മുമ്പ് ഈ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലൊക്കെ കാണിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന് പരിചയപ്പെട്ടിട്ട് ഒരു ആള് പറഞ്ഞിട്ട് ഇങ്ങനെ മെഡിസിൻ ഉണ്ട് ഒരു സ്ഥലത്ത് നിന്ന് അവർ കൊണ്ടുപോയി തന്നിട്ട് അതിന് നല്ല വിലയായിരുന്നു. ഈ സംഭവം ഒരു അരി വറുത്ത് പൊടിച്ച പൊടിയും ഒരു പച്ച കളറിലൊരു എണ്ണയും തന്നെയായിരുന്നു അതും. അതേപോലെ തന്നെയായിരുന്നു ഇതൊന്നും ഒരു രക്ഷ, നമുക്കൊരു വിശ്വാസം വരണ്ടേ. ഇത് കാണുമ്പോൾ ഓടിപ്പടച്ച് പോയി എന്ന് മാത്രമേ ഉള്ളൂ, ഒരു എഫക്റ്റും ഇല്ല അതിനൊന്നും. അതും നിർത്തി. പിന്നെ കുറേ നാൾ കാണിക്കാണ്ടിരുന്ന, മോന് ഫീഡ് ചെയ്യലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഡോക്ടറെ കാണിക്കാതെ ഇരുന്നു. ബാക്കിയുള്ള ഇത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം, കാരണം ഒരുപാട് ലോങ് ആയി പോകുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, ബൈ.